ജയസുരൻ സാർ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള വേലുത്തമ്പി ദളവയുടെ പ്രതിമ നമുക്കൊക്കെ അറിയാം. ഇപ്പോഴിതാ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഹാരാർപ്പണമോ പുഷ്പാർച്ചനയോ ഒന്നും തന്നെ ആ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തരുത് എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. എന്താണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ? മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയക്കേണ്ട സാഹചര്യമാണോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പുതിയ ഉത്തരവിന് പിന്നിലെ, തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണ്? ഇത് വളരെ നിഗൂഢമായ ഒരു കാരണത്തിലാണ് ഈ സംഭവം ആരംഭിക്കുന്നത്. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്, പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത് ശരിക്കും വേലുത്തമ്പി ദളവയെ അല്ല, EMS പ്രതിമയെ ആണ്. അതായത് രാജഭരണകാലത്ത് വൈദേശികാധിപത്യത്തിനെതിരെ ധീരമായി പോരാടി തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യം തിരിച്ചു വാങ്ങിയ, അതായത് ഡച്ച് സേനാധിപനായ ഡിലലായിയെ പോലും കീഴടക്കി തന്റെ സൈന്യാധിപനാക്കി മാറ്റിയ ധീര ദേശാഭിമാനിയായ സ്വാതന്ത്ര്യ സമര പോരാളിയും നേതാവുമായിരുന്നു വേലുത്തമ്പി ദളവ. ഞാൻ ഇത്രയും നീട്ടിപ്പരത്തി പറയുന്നത് ഇതെല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല. ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വേലുത്തമ്പിയെ കുറിച്ച് പറയാൻ പോകുന്നത്, ഇദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിന്റെ രാജഭരണത്തിന്റെ, ഫ്യൂഡൽ സംവിധാനത്തിന്റെ, സവർണ മേധാവിത്വത്തിന്റെ പ്രതീകമാണ്. അത് സെക്രട്ടേറിയറ്റിന്റെ അല്ലെങ്കിൽ ഹജൂർ കച്ചേരിയുടെ മുന്നിൽ നിൽക്കുന്നത് നാണക്കേടാണ്. അതുകൊണ്ട് അതിൽ പുഷ്പാർച്ചന വേണ്ട, അതിൽ വേറെ മാലയിടണ്ട, അതിന് പൂജയൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ജനാധിപത്യത്തിന്റെ ആധുനിക ലോകത്തിൽ ഒരു പുതിയ മാറ്റം സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് ഇത്. അതായത് ഈ വേലുത്തമ്പി ദളവയുടെ സമുദായവും പിന്തുണയും ഒക്കെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണ പരിപാടിയാണ്. ഇതിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ ഉത്തരവനുസരിച്ച് വേലുത്തമ്പിയെ പൂജിക്കുന്നതും മാലയിടുന്നതും അനുസ്മരിക്കുന്നതും നിർത്തിക്കളഞ്ഞു. പ്രതികരണം ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ ചെയ്യാൻ പോകുന്നത് വേലുത്തമ്പിയുടെ പ്രതിമ അവിടെ വേണോ വേണ്ടയോ എന്നുള്ള ഒരു റഫറണ്ടം നടത്തും. ഈ റഫറണ്ടം നടത്തുന്നത് എങ്ങനെയാണ്? ഹജൂർ കച്ചേരിയുടെ മുന്നിൽ നിൽക്കുന്നതായതുകൊണ്ട് ഹജൂർ കച്ചേരിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ, ജനാധിപത്യപരമായി നമുക്കൊരു അഭിപ്രായ വോട്ടെടുപ്പ് നടക്കാം എന്ന് പറയും. അവിടെ ആകെ ജോലി ചെയ്യുന്ന 4000 പേരിൽ 3000 പേരും ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനിൽ ഉള്ളവരായതുകൊണ്ട് അവരിൽ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് പിണറായി വിജയൻ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഭൂരിപക്ഷ വോട്ടെടുപ്പിൽ ഈ പ്രതിമ നീക്കം ചെയ്യണം എന്നുള്ള അഭിപ്രായം വരികയും വേലുത്തമ്പിയെ അവിടുന്ന് നീക്കം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫ്യൂഡൽ സംവിധാനത്തിന്റെയും പഴയകാല രാജഭരണകാലത്തിന്റെയും അവശിഷ്ടങ്ങൾ തുടച്ചു നീക്കിയ പുതിയ കാലഘട്ടത്തിന്റെ ഒരു വലിയ സംഭവമായി പിണറായി വിജയനെ എല്ലാവരും വാഴ്ത്തുകയും ചെയ്യും. ഇതിന് തൊട്ടു പിന്നാലെ വരുന്നത്, അങ്ങനെയെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പ്രതീകമായ EMS പ്രതിമ എടുത്തു മാറ്റണം എന്നുള്ളതായിരിക്കും അടുത്തത്. അവിടെയും പിണറായി വിജയന് ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ ബ്രാഹ്മണനായ EMSനെയും നായരായ വേലുത്തമ്പിയെയും ഈ 2 സവർണ മേധാവികളെയും മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രതിമ സ്ഥാപിച്ചിരുന്ന സ്ഥലം വെറുതെ കിടക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അവിടെ മറ്റൊരു പ്രതിമ വെച്ചാലോ എന്നുള്ള ആലോചന വരും. അപ്പോൾ സവർണ മേധാവിത്വത്തിന്റെയും ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെയും രാജഭരണത്തിന്റെയും ഫ്യൂഡൽ സംവിധാനങ്ങളുടെയും എല്ലാ തിരുശേഷിപ്പുകളെയും അവശേഷിപ്പുകളെയും തുടച്ചുമാറ്റി പിണറായി വിജയന്റെ പ്രതിമ സ്ഥാപിച്ചാലോ എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വരും. സെക്രട്ടേറിയറ്റിലെ അടിമകൾ ഭൂരിപക്ഷത്തോടുകൂടി അത് പാസാക്കുകയും നിയമസഭയിൽ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കേണ്ട ഗതികേട് വരികയും ചെയ്യുന്നതോടെ അടുത്ത 6 മാസം കഴിഞ്ഞ് പടിയിറങ്ങാൻ പോകുന്ന പിണറായി വിജയന്റെ പ്രതിമ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സ്ഥാപിച്ചുകൊണ്ടായിരിക്കും ഈ നാടകം അവസാനിക്കുക. അപ്പോൾ ഒന്നും കാണാതെയല്ല പിണറായി വിജയൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തലസ്ഥാന നഗരിയിലെ എല്ലാ പ്രതിമകളും സൂക്ഷിക്കണം എന്നാണ് എനിക്ക് മുന്നറിയിപ്പ് തരാനുള്ളത്. തലസ്ഥാനത്ത് ധാരാളം പ്രതിമകളുണ്ട്. പിണറായിക്ക് ഇഷ്ടമില്ലാത്ത ഓരോ പ്രതിമകൾ നീക്കം ചെയ്യപ്പെടുകയും പിണറായിയുടെയും കുടുംബാംഗങ്ങളുടെയും പ്രതിമകൾ തിരുവനന്തപുരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്ഥാപിക്കപ്പെടുകയും ചെയ്താൽ എതിർക്കാൻ ആരും ഉണ്ടാവില്ല. ഇന്ത്യ മുന്നണി സഖ്യത്തിൽ അടിമകളായി നിൽക്കുന്ന കോൺഗ്രസുകാർക്കും എതിർക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പ്രതിമ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് സ്ഥാപിച്ച് കരുണാകരന്റെ പ്രതിമ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കി പ്രതിമകളൊക്കെ പിണറായിയും കുടുംബാംഗങ്ങളുടെയും പ്രതിമയായി മാറാനാണ് സാധ്യത.
അധികം താമസമൊന്നുമില്ല, 6 മാസത്തിനുള്ളിൽ ഇത് നടത്തും. കാരണം ഇല്ലെങ്കിൽ പിണറായി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിലോ എന്നൊരു ഭയവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ പ്രതിമ ഉച്ചാടന പരിപാടിയുടെ തുടക്കം മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ പല ചരിത്ര സംഭവങ്ങളും ഇവർ ഈ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. 1802 മുതലൊക്കെയാണ് ഈ വേലുത്തമ്പി ദളവയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിത വർഷം അല്ല ഒരു കാലയളവ് എന്ന് പറയുന്നത്. ആ ഒരു വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഭരണമൊക്കെ തിരുവിതാംകൂറിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും വർഷങ്ങൾക്ക് മുൻപേയുള്ള തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി എന്നാണ് ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അത്തരം പദവികളാണ് നൽകിയിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഈ ചരിത്രത്തിൽ നിന്ന് പാടെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവർ നടപ്പിലാക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മളെ പോലെ ആരെങ്കിലുമൊക്കെ ജയസൂര്യൻ സാറിനെ പോലെ ആരെങ്കിലുമൊക്കെ ഈ ചരിത്രം സംസാരിക്കുന്നവരുണ്ടെങ്കിൽ ഇതുവഴി അവരുടെ കൂടി വാ മൂടിക്കെട്ടാം എന്നൊരു സംഗതി കൂടി പിണറായി വിജയൻ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ ചോദിക്കാൻ കാരണം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഇൻ കേസ് ഈ വാർത്ത അറിയാത്ത ആരെങ്കിലുമോ അല്ലെങ്കിൽ ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ പ്രതിരോധിക്കാൻ വരുന്ന ആളുകളെയോ അവരെ വിലക്കണം അല്ലെങ്കിൽ അവരെ തടയണം. കായികമായിട്ടാണെങ്കിൽ അങ്ങനെ, ബലപ്രയോഗത്തിലൂടെയാണെങ്കിൽ അങ്ങനെ തടയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുഷ്പാർച്ചന നടത്തരുത്, പ്രതിമയെ നോക്കി തൊഴരുത്, പ്രതിമയ്ക്ക് ഒരു ഹാരാർപ്പണം പോലും നടത്തരുതെന്ന്. ഇത്തരത്തിൽ ചരിത്രത്തെ പാടെ നീക്കാം എന്നാണോ ഇവർ കരുതുന്നത്? തീർച്ചയായിട്ടും ഇത് ചരിത്രത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ്. അവിടെ പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള നീക്കമാണ്. ആ പുതിയ ചരിത്രം എന്ന് പറയുന്നത് പിണറായിയുടെ ചരിത്രമാവുകയും ചെയ്യും. അതിന് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തത് കൊണ്ട് ആകെപ്പാടെ എതിർക്കാൻ വരുന്നത് വല്ല BJP-യോ സംഘപരിവാറോ ഒക്കെയാണ്. അപ്പോൾ തന്നെ അതിനെ സവർണ മേധാവിത്വം, RSSന്റെ രഹസ്യ അജണ്ട എന്നൊക്കെ പറഞ്ഞ് എതിർക്കും. അപ്പോഴേക്കും ചാനലുകളൊക്കെ പിണറായിക്ക് പിന്തുണ കൊടുക്കും, പത്രങ്ങൾ പിണറായിക്ക് പിന്തുണ കൊടുക്കും. പിണറായി ആഗ്രഹിച്ചതുപോലെ തന്റെ പ്രതിമ കൂടി സ്ഥാപിച്ചുകൊണ്ട് പടിയിറങ്ങാനും അദ്ദേഹത്തിന് കഴിയും. അതാണ് കേരളത്തിന്റെ വിധി എന്ന് കരുതിയാൽ മതി. യെസ്, എന്തായാലും എല്ലാ കാര്യങ്ങളോടും കേരളത്തിലെ കാര്യങ്ങളോടും പടിക്ക് പുറത്ത് നിർത്തുന്ന കടക്ക് പുറത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വേലുത്തമ്പി ദളവയുടെ പ്രതിമയോടും അത് തന്നെ ആവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രതിമയ്ക്ക് ഹാരാർപ്പണമോ പുഷ്പാർച്ചനയോ നടത്തരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ തീരുമാനം. എത്രത്തോളം ഇത് പ്രാക്ടിക്കൽ ആകും, കേരളത്തിൽ എത്രത്തോളം ഇത്തരം ചരിത്രങ്ങളെ തുടച്ചു മാറ്റാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.